നമ്മൾ അമേരിക്കയിലായാലും ആലുവയിലായാലും മുഹമ്മദ് പള്ളിയിലെ പെരുന്നാളിനോ ആര്യക്കര ഉത്സവത്തിനോ നമുക്ക് വരാൻ നാട്ടിൽ തോന്നും. അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാലയങ്ങളുടെ മുന്നിൽ കൂടി പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു വികാരം ഉണർന്നു വരും. നമ്മുടെ സ്കൂളിന്റെ ഉന്നമനത്തിനു വേണ്ടി എപ്പോഴും ശ്രദ്ധാലുവായ നമ്മുടെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ പോത്തുണ്ടുപറമ്പിൽ CMI മുഖ്യ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആശംസിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ മുല്ലശ്ശേരി അച്ഛൻ, ഈ വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഫിലിപ്പ് സാർ, വിദ്യാർത്ഥി, പോലീസ് സേനയിലെ മികവാർന്ന ദൗത്യം വഹിക്കുന്ന DSP ഷാജൻ സാർ, ബഹുമാനപ്പെട്ട സാംജി വടക്കാട് അച്ഛ, മുൻ ഹെഡ് മിസ്റ്റർമാരായ മുൻ ഹെഡ് മാസ്റ്റർ ജെയിംസ് റെഡ്ഡി സാർ, ഹെഡ് മിസ്റ്റേഴ്സ്, PTA പ്രസിഡന്റ്, മറ്റിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള രക്ഷകർത്താക്കളെ, ഇന്നത്തെ ഈ വിജയത്തിൽ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളെ, പ്രിയ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം. നമുക്കറിയാം, നമ്മൾ മുതിർന്ന ലോകത്തിൻ്റെ ഏത് കോണുകളിലേക്ക് പോയാലും നമ്മളെ തിരിച്ച് നാട്ടിലേക്ക് വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും കൊതിപ്പിക്കുന്നതുമായ ഗൃഹാതുരത്വം ഉണർത്തുന്ന രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് ദേവാലയങ്ങളും വിദ്യാലയങ്ങളുമാണ്. നമ്മൾ അമേരിക്കയിലായാലും ആലുവയിലായാലും മുഹമ്മദ് പള്ളിയിലെ പെരുന്നാളിനോ ആര്യക്കര ഉത്സവത്തിനോ നമുക്ക് വരാൻ നാട്ടിൽ തോന്നും. അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാലയങ്ങളുടെ മുന്നിൽ കൂടി പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു വികാരം ഉണർന്നു വരും. നമ്മളുടെ വിദ്യാലയം എന്ന് പറഞ്ഞാൽ, ഞാൻ 30 വർഷത്തിന് ശേഷം, ഉദ്ദേശം 30 വർഷത്തിന് ശേഷമാണ് ഈ സ്കൂളിൽ വരുന്നത്. ഞാൻ 1987 മാർച്ചിൽ ഇവിടെ നിന്ന് 10ാം ക്ലാസ് പരീക്ഷ പാസ്സായ ആളാണ്. അന്ന് ഇവിടെ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഞാൻ ഇന്നും ബഹുമാനത്തോടു കൂടിയാണ് ഓർക്കാറുള്ളത്. ബഹുമാനപ്പെട്ട ജോസ് അച്ഛനുണ്ട്, ജോസ് ടി മേടയിൽ അച്ഛനുണ്ടായിരുന്നു, അതുപോലെ ജോർജ് കളമ്പാട്ടച്ഛൻ, ജെയിംസ് സാറ് കണക്ക് പഠിപ്പിച്ച് വളരെ രസകരമായി കണക്ക് പഠിപ്പിച്ചിരുന്ന ജെയിംസ് സാറ്, ആര്യാട് വാസുദേവൻ സാറ്, മോളി ടീച്ചർ, അങ്ങനെ പലരും, ഞാൻ എല്ലാവരും ഓർക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സമയത്ത്, നിങ്ങൾ നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ സാറ് പറഞ്ഞ പോലെ, ഇതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിലൊന്നും ആയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് മാത്രമാണിപ്പോൾ. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ നല്ല വിജയം, ഉന്നത വിജയം നേടിയിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിലൊന്നും ആയിട്ടില്ല. ഇനിയുള്ള കാലം കെട്ട കാലമാണ്. നമുക്ക് പല പ്രലോഭനങ്ങൾ നമ്മുടെ നേർക്ക് വരും. അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പ്രത്യേകം ഓർക്കുക. നമുക്ക് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി.
നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതായിട്ട് ഈ ജീവിതത്തിലുള്ളത് മനുഷ്യനെക്കുറിച്ച് മാത്രമാണ്. ഈ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുട്ടി ജീവിതത്തിൽ മുതിർന്നു കഴിയുമ്പോൾ അവൻ ആരായി തീരും എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്ക് കഴിയില്ല, ഒരു വികാരി അച്ഛനും കഴിയില്ല, വൈദ്യർക്ക് ആർക്കും കഴിയില്ല, നമുക്ക് ആരെക്കുറിച്ചും പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളൊരു എയിം കണ്ടെത്തി അതിന് സെറ്റ് ചെയ്ത് ആ ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. പരമാവധി എല്ലാം തീരുമാനിക്കുന്നത് ജഗന്നിവാവായ ദൈവമാണ്. നമുക്ക് അതിന് തീർച്ചയായിട്ടും ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മൾ പരിശ്രമിക്കുക. പക്ഷേ നമ്മളുടെ വിധി നിർണ്ണയിക്കുന്ന എപ്പോഴും ദൈവമാണ്. നമ്മൾ പരിശ്രമിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഉന്നത വിജയം നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കിയത് ഈ ഇവിടുത്തെ വിദ്യാലയത്തിലെ അധ്യാപകർക്കൊപ്പം നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കും നല്ല ഒരു പങ്കുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോണിലൊക്കെ വളരെയേറെ അടിമയായിട്ടുള്ള അഡിക്ഷനുള്ള സമയമാണ്. ഒരു റീല് കണ്ടിട്ട് നിർത്തിക്കോളാമെന്ന് പറഞ്ഞ് ഒരു റീലും കണ്ട് നിർത്തിയ ഒരാളുമില്ല. ഒറ്റ റീലിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലെ റീല് ഒരെണ്ണം കണ്ടിട്ട് ഞാൻ കിടക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ നിർത്തിയിട്ടുള്ള ഒരാളുമില്ല. അതുപോലെ പോക്സോ ആക്ട് എന്നൊരു കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ നേർക്ക് നീണ്ടുവരുന്ന ഏതൊരു കയ്യും അത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉളവാക്കുന്നൊരു മൂവ്മെൻ്റ് ആണെങ്കിൽ തീർച്ചയായും നോ എന്ന് പറയാൻ എല്ലാ പെൺകുട്ടികളും പഠിക്കണം. ആൺകുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ നേർക്ക് നീണ്ടുവരുന്ന നമ്മൾക്കൊട്ടും ചേരാത്ത അത് ഏത് ബന്ധുവിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ഏത് സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ബെസ്റ്റിയുടെ കയ്യിൽ നിന്നാണെങ്കിലും അതിനെ ആദ്യം തന്നെ നോ എന്ന് നിങ്ങൾ പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഈ മാതൃവിദ്യാലയമായ മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിന് ഇനിയുള്ള എല്ലാ കാലവും ഉയർച്ച തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ 48 കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സ്കൂൾ തല അവാർഡ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അവാർഡ് വിതരണത്തിൽ